വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ഒരു നമ്മുടെ ഫ്രിഡ്ജ് ടാങ്കില് ഗപ്പീനെയൊക്കെ ഗപ്പീനെ അതുപോലെ മീനുകളെ വളർത്തുന്ന എങ്ങനെയാണെന്നും പിന്നെ ഗപ്പി ടാങ്ക് ഫ്രിഡ്ജ് ടാങ്ക് ആദ്യം നമ്മൾ വാങ്ങിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു വീഡിയോ ആണ്. നമ്മളിപ്പോ പിന്നെ കുറെ തേച്ച് കഴുകി പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്, എത്ര ദിവസമാണ് വെള്ളം ഇടേണ്ടത് എന്നുള്ളൊരു സംഭവമാണ് പിന്നെ പറയുന്നത്. പിന്നെന്ന് വെച്ചാൽ ഈ കാര്യം എൻ്റെ അടുത്തുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ കസിൻ ഫർസീനാണ്. അപ്പം ഫർസീനയുടെയിലും കുറെ ഗപ്പിയൊക്കെ ഉണ്ട്. അപ്പം പിന്നെ ഫർസീനായും ഫ്രിഡ്ജ് ടാങ്കിലാണ് ഗപ്പീനെയൊക്കെ വളർത്തുന്നത്. അപ്പം നമുക്ക് എന്തായാലും അപ്പൊ ഫർസീന ക്യാമറയുടെ മുന്നിൽ വരാത്തെന്ന് വെച്ചാൽ അണ്ണാണാണേ, അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് നേരെ എന്തായാലും നമുക്ക് എന്താണ് ഫസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള സംഭവം കൂടെ കാണിക്കാം. പിന്നെ ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ ഞങ്ങൾ ഓൾറെഡി MC ഒട്ടിച്ചു പോയി. അപ്പം ഏത് MC എന്നൊക്കെ കാണിച്ചു തരാം. ഞങ്ങൾ ബ്ലാക്ക് MC യൂസ് ചെയ്തിട്ടുണ്ട്, വൈറ്റ് MC യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ MC. ഇതിൽ 2 പാക്കറ്റാണ് ഉള്ളത്. ഇത് രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഓട്ടയുള്ളിടത്തെല്ലാം നമ്മളത് ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ ഉണങ്ങാൻ വെച്ചു. ഇപ്പം നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് വെള്ളവും നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പുകല്ല് ചേർക്കാം. നമ്മളിപ്പോൾ ഉപ്പുകല്ല് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം നമ്മൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഉപ്പുകല്ലൊന്ന് നല്ലോണം അലിക്കാൻ വേണ്ടിയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഉപ്പുകല്ലിൻ്റെ വെള്ളം ഒന്ന് ഇതിനകത്തോട്ട് പതിയെ ഓരോരോ സൈഡിലായിട്ട് ഒഴിച്ച് കൊടുക്കണം. അതിനകത്ത് ഉപ്പ് ഒന്ന് ഓരോരോ സൈഡിലോട്ടൊക്കെ ഇട്ടിട്ട് കൊടുക്കണം. MC-യിലുള്ളിടത്തൊക്കെ ഇച്ചിരി നല്ലോണം ഇട്ട് കൊടുക്കണേ, എങ്കിലേ അത് വേഗം അതിൻ്റെ ആ വിഷമൊക്കെ പോകത്തുള്ളൂ. MC-യിൽ നല്ലോണം വിഷമുണ്ട്. അത് ആണെങ്കിൽ പോയെങ്കിൽ നമുക്ക് മീനെ ഇടാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ മീനെല്ലാം മരിച്ചു പോവും. എന്തോ ഒരു പ്രശ്നമുണ്ട് ആ MC-യിന്, അതാണ്. അപ്പോൾ നമുക്ക് ഇത് മൊത്തമായിട്ടിടാം. ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു കമ്പിട്ട് അത് ഇളക്കി കൊടുക്കണം. കമ്പിട്ടോ കൈയിട്ടോ എന്തെങ്കിലും ഇട്ടോ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ വെള്ളം കോരി ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് കൊടുത്താലും മതി. ഒന്ന് ഇളക്കിയാൽ മതി നല്ലോണം, എങ്കിലേ അതെല്ലാ വശത്തും ഒരുപോലെ ചെല്ലത്തുള്ളൂ. നമുക്കൊന്ന് ഇളക്കാം. അപ്പോൾ നമ്മളിനി MC-ൻ്റെ ഇതൊക്കെ പോകാൻ വേണ്ടി, ഫ്രിഡ്ജിലെ കെമിക്കലെല്ലാം പോകാൻ വേണ്ടി നമ്മളിപ്പോൾ ഇതിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് 2 ദിവസം ഇടണം, 2-3 ദിവസം ഇടാം. ശേഷം നമ്മൾ ഇതിനകത്ത് ഒക്കെ ഈ വെള്ളം കളഞ്ഞതിന് ശേഷം നല്ല വെള്ളം പിന്നെ ഇടുകയൊക്കെയാണ് ചെയ്യുന്നത്. അതിനുശേഷം അതും കളഞ്ഞതിന് ശേഷം വെള്ളവും മീനെ വിടാവുന്നതാണ്. ഇനി നമുക്കിതൊന്നാണെങ്കിൽ MC-യിൽ ഉണങ്ങാൻ വേണ്ടി ഒരു 2-3 ദിവസമൊക്കെ ഇടണം. അവിടെ നല്ല മഴ പെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ടായിരുന്നു വീഡിയോ കാണുമ്പോൾ വെയിൽ ഉണക്കൊണ്ട് രാവിലെ സൂര്യൻ നിൽക്കുന്ന ഒരു മഞ്ഞളോട്ട് നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇത് കാണാം. നമ്മുടെ ഫ്രിഡ്ജ് ബോക്സ് ഇപ്പം ഇങ്ങനായിട്ടുണ്ട്. നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിൻ്റെ വെളുത്തിരിക്കുന്ന ചില സ്ഥലങ്ങൾ കേട്ടോ, അത് നമുക്ക് കണ്ടാൽ അറിയത്തില്ല. ഇത് കണ്ടോ, ഇവിടെയൊക്കെ നമ്മൾ വേറെ കളറാണ് ഒട്ടിച്ചിരിക്കുന്നത്, വെള്ള കളർ. ഇവിടെ ഒരു ഓട്ടയുണ്ട്, ഇത് കണ്ടോ, ഇതിങ്ങനെ വെള്ളം കെട്ടി കിടക്കുന്നുണ്ട് പിടിച്ചിരി. അത് അവിടെ വെള്ളം ഇച്ചിരി കിടപ്പുണ്ട്, ഇവിടെ ഇച്ചിരി വെള്ളം കിടപ്പുണ്ട്. ബാക്കി ഒരിടത്തും വലുതായിട്ട് വെള്ളമൊന്നുമില്ല. നിങ്ങൾക്ക് ലാഭം ഏറ്റവും നല്ലത് ബ്ലാക്ക് ആണ്. കാരണം വെള്ള MC-യില് 20 രൂപ, കറുത്ത MC-യില് 15 രൂപ. അപ്പൊ ലാഭം ഏറ്റവും കൂടുതൽ ലാഭം കറുത്ത MC-യിലാണല്ലേ? വെള്ള MC-യില് ലാഭം തന്നെ, അതിൽ 5 രൂപ കൂടുതലുണ്ട്. അതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഞാൻ മുമ്പ് കുറച്ച് പറഞ്ഞായിരുന്നു വെള്ളം ഉണ്ടായിരുന്നത്. ആ വെള്ളം ഞങ്ങൾ കളഞ്ഞിട്ട് നല്ലപോലെ തേച്ചൊക്കെ കഴിയിട്ടുണ്ട്. കാരണം ഇവിടെ കണ്ട ബ്ലാക്ക് കളേഴ്സ് ഇതുണ്ട്, അത് ഗ്യാസ് പൊട്ടിക്കുമ്പോൾ ഉള്ളതാണ്. ഓക്കെ, ഞങ്ങൾ ബക്കറ്റിലാണ് ഒഴിക്കുന്നത്. പൈപ്പാണ് ഇല്ല, നമ്മൾ വെള്ളം ഫുള്ള് ഒഴിച്ചെടുക്കാം. ഒരു മാക്സിമം നമുക്ക് വെള്ളം മീനിന് എത്രയാണോ ഇഷ്ടം ആവശ്യം അത്രയും നമുക്ക് ഒഴിക്കാവുന്നതാണ് കേട്ടോ. ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനേക്ക് ടെസ്റ്റിങ്ങിനുള്ള മീനെ ഇടാം. അപ്പോൾ നമ്മളൊരു മീനെ പിടിച്ചിട്ടുണ്ട്. ചെറുത് നോക്കി പിടിച്ചതാ. അതാകുമ്പോൾ ആ ഫ്രിഡ്ജ് കെമിക്കലുണ്ട്, ചത്തുപോയാലോന്ന് ഓർത്ത് ചെറുത് നോക്കി പിടിച്ചാൽ. ബാക്കി കുറേ വലുത് കിടപ്പുണ്ട്, വലുതും നല്ല ഫുൾ റെഡൊക്കെ കിടപ്പുണ്ട് അതിൽ. ഗൈസ്, അപ്പോൾ നമ്മുടെ മീനിൻ്റെ അതുവഴി ഓടുന്നുണ്ടോ, ഇതേതാ നമ്മുടെ മീൻ. ഇത് അതിനകത്തോട്ട് ഇട്ടതാ. ഈ കെമിക്കലുണ്ടോയെങ്കിൽ നാളെ നമുക്കറിയാം. ഈ മീൻ പ്രശ്നമൊന്നുമില്ല, കെമിക്കലില്ല. ഓക്കെ.
അപ്പോൾ ഗൈസ് നമ്മുടെ മീനാണെങ്കിൽ നമ്മുടെ ഗപ്പീനെ ടെസ്റ്റ് ചെയ്യുന്നിട്ട് മീനുണ്ടല്ലോ, ആ മീനെ നമ്മൾ എടുത്ത്. അപ്പം ഈ മീനെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ, ഒന്നും ആയിട്ടില്ല. അപ്പം ഇതിന് കുഴപ്പമില്ല. അപ്പം നമുക്ക് നമ്മുടെ മീനെ, ബാക്കിയുള്ള മീനെ ഞങ്ങൾ കുറച്ച് മീനെ വാങ്ങിച്ചിട്ടുണ്ട്. ഗപ്പിയല്ല, ചോക്ലേറ്റ് മോളിങ്ങിനും പ്ലാറ്റീനെയാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പം നമുക്ക് ഇതിലേക്ക് നമുക്ക് ഇടാവുന്നതാണ് ആ മീനെയും. പിന്നെ ഗപ്പീനെയും അതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. അതിന് കുഴപ്പമൊന്നുമില്ല, ചാകത്തില്ല. അപ്പോഴത്തേനും നമുക്ക് പ്ലാറ്റീനെയും മോളിനെയും ഇട്ട് കൊടുക്കാം ഇതിനകത്തോട്ട് അല്ലേ. അപ്പം നമ്മൾ വാങ്ങിച്ചേക്കുന്ന മീൻ ഇതാണ്. നമ്മളിപ്പോൾ വാങ്ങിച്ച് കൊണ്ടുവന്നതേ ഉള്ളൂ. അപ്പം വാങ്ങിച്ചേക്കുന്ന 4 ചോക്ലേറ്റ് മോളിയും പിന്നെ 2 പ്ലാറ്റിയും മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പം ഈ പ്ലാറ്റി ഈ ഫ്രിഡ്ജ് പെട്ടിയിൽ വളർത്താൻ നല്ലൊരു ഇതാണ്, പെട്ടെന്ന് വളരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ ഒന്ന് കെട്ടഴിച്ചിട്ട് മീനെ ഇതിനകത്തോട്ട് ഇടാവുന്നതാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഇതിൻ്റെ കെട്ട് അയച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ നമ്മളിത് മീനുണ്ടല്ലോ, ആ മീനിൻ്റെ ആ കവറോടെ തന്നെ ഈ ഫ്രിഡ്ജ് ബെഡിലേക്ക് ഇങ്ങനെ ഒന്ന് പതിയെ വെച്ച് കൊടുക്കണം. ആകുമ്പോഴത്തേക്ക് ഈ മീനാണെങ്കിൽ നമ്മുടെ ഈ ഫ്രിഡ്ജ് ബോക്സിൽ കിടക്കുന്ന വെള്ളവുമായിട്ട് ഒന്ന് ചേരും. അപ്പോൾ അതാകുമ്പോഴത്തേക്ക് ഒരു 2 മിനിറ്റെങ്കിലും വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ പതിയെ ഒന്ന് ഇറക്കാവുന്നതാണ്. നമുക്ക് ഇച്ചിരി ഇങ്ങോട്ടൊക്കെ നീക്കി കൊടുക്കാം. അപ്പോൾ അതിന് സെറ്റാകാൻ വേണ്ടിയാണ് ഇതിൻ്റെ ഈ വെള്ളവുമായിട്ട് ഇതേ കണ്ടില്ലേ, ഇതുപോലെ ചെറുതായിട്ടൊന്ന് അമക്കിയൊക്കെ കൊടുക്കാം. ആകുമ്പോഴത്തേന് ഇപ്പം ഒന്ന് ഇറങ്ങുമായിരിക്കും. ഇറങ്ങിയാൽ കൊള്ളാമായിരിക്കും. അപ്പം നമ്മുടെ ഒരു മീൻ ഇറങ്ങിയെന്നാണ് തോന്നുന്നത്. അതെ, ഇറങ്ങിയിട്ടുണ്ട്. ഇല്ലെന്നാ തോന്നുന്നു, ഒന്നും ഇറങ്ങിയിട്ടില്ല. പ്ലാറ്റി ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ പ്ലാറ്റി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പ്ലാറ്റ് ഇറങ്ങി. ഇനി നമുക്ക് ബാക്കിയുള്ള മീനെയും കൂടെ എങ്ങനെയും നമുക്ക് ഇടാവുന്നതാണ്. നമ്മുടെ മീനുകളെല്ലാം ഇടുന്നത് നമ്മുടെ മോളികളെല്ലാം ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. ഫ്ലാറ്റുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വേർതിരിച്ച് കിടക്കുന്നത്. രസമുണ്ടല്ലേ കണ്ടിട്ട്. അപ്പൊ ആണെങ്കിൽ ഈ പ്ലാറ്റുകളൊക്കെ പഞ്ഞ ചെയ്ത എന്നെ കസിൻ പറഞ്ഞിട്ടുണ്ട്. ഈ പ്ലാറ്റ് ആണെങ്കിൽ ഒറ്റയ്ക്ക് നടക്കുവാണെങ്കിൽ ഗപ്പിയാണോ പ്ലാറ്റ് എനിക്ക് അറിയത്തില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറയും, ഈ മീനെ ഇട്ട് കഴിഞ്ഞാലേ നമുക്ക് അനിയത്തികളുള്ളവരാണല്ലേ മീനെ ഇടുന്നത്. എപ്പം വന്നാലും കൈയിനകത്തിടും. നിന്നെ പ്രത്യേകിച്ച് അത് നമ്മുടെ കുഞ്ഞാണ് ഏറ്റവും മീനൊക്കെ കൊത്തുന്നോർത്ത് ഇവള് കൈ ഇടത്തില്ല. അത് കൈ ഇടാൻ പെട്ടെന്ന് മീൻ മരിച്ചു പോകും. അതുകൊണ്ടാണ് നമ്മൾ കൈ ഇടാത്തത്. പക്ഷെ ഇവർക്ക് പേടിയാണ്, ചെറിയ കൊത്തൊന്നൊക്കെയുണ്ട്. ഇപ്പൊ ഇവിടെ ചാടി പോകുമ്പോ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം നമ്മളെ അല്ല, അതിന് നമുക്ക് ഗപ്പിനെ ഇടാം അല്ലേ. ഗപ്പിനെ എന്റെ കുറച്ച് ഗപ്പീസൊക്കെ ഉള്ളൂ. അപ്പം എന്റെ കുറച്ച് ഹൈബ്രിഡ് ഒന്നും അത്രയ്ക്ക് ഇല്ല. എന്നാലും എന്റെ വ്യത്യസ്തമായിട്ടൊന്നുമില്ല. ചെറിയ കുറച്ച് മീനുകളേ ഉള്ളൂ അല്ലേ. പക്ഷെ എന്റെ കസിൻ്റെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതിന് കുറെ ഹൈബ്രിഡും പല സൈസ്. അവൻ തന്നോണ്ടാണ് ഞങ്ങൾ വാങ്ങിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഗപ്പീനെ ഇതിനകത്താണ് നമ്മൾ ഗപ്പീനെ ഇട്ടേക്കുന്നത്. ഇതിന്റെ ഇതെന്ന് വെച്ചത് ഇതാണ് നമ്മുടെ ഗപ്പിയുള്ള അമ്മയെ പോയി. ഇതുണ്ടോ, ഇതിന്റെ പാത്രം എന്ന് വെച്ചാൽ നമ്മുടെ ഇൻവെർട്ടറിന്റെ ബാറ്ററി വെള്ളത്തിന് കുപ്പി ഉണ്ടല്ലോ, അത് കഴുകി തേച്ച് എടുത്തതാണ്. അതിലും മീൻ ഇടാം. അപ്പം എൻ്റെ ഫസ്റ്റ് കൾട്ടിവേഷൻ അതിനകത്തിട്ട് മീൻ നല്ലപോലെ ഹാർവെസ്റ്റ് ചെയ്യുമായിരിക്കും. എനിക്കറിയില്ല, മീൻ നല്ലപോലെ വളരുമായിരിക്കും. അപ്പം നമുക്ക് നമ്മുടെ ഓരോ ഗപ്പിനെ ഇങ്ങനെ എടുത്ത് വെള്ളം നല്ല തൊഴിപ്പിച്ചിട്ട് ഇങ്ങനെ എടുത്തൊന്ന് ഇട്ട് നോക്കാം. പിന്നെ എനിക്ക് തോന്നി, എനിക്ക് അത്രയ്ക്കൊന്നും അറിയില്ല കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഗപ്പീനെ പ്ലാറ്റിനെയും മോളിനെയും ഒരുമിച്ചിടായിരിക്കും. ചോക്ലേറ്റ് മോളിയാണ് കേട്ടോ. അപ്പം ചോക്ലേറ്റ് മോളിയും പ്ലാറ്റി ഒരു കുഴപ്പമില്ലായിരിക്കും. ഗപ്പി എനിക്ക് പേടിയുണ്ട്. ഇത് ഹൈബ്രിഡ് ആണ് കേട്ടോ. പക്ഷെ കളറില്ല. അല്ല, ഹൈബ്രിഡ് അല്ല, സാധാ മീനാണ്, കളറില്ലാത്തതാണ്. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നമുക്ക് നെക്സ്റ്റ് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ബാക്കിയുള്ള മീനെയും കൂടെ ഒന്ന് ഇട്ടോട്ടെ. ഭയങ്കര പാടാണ്. കാരണം ഈ പഴയ വെള്ളം കണ്ടില്ലേ, പഴയ വെള്ളം നമ്മൾ ഇതിലേക്ക് ഒരിക്കലും ആഡ് ചെയ്യാൻ പാടില്ല. എന്നുവെച്ചാൽ ഇത്ര നല്ല വെള്ളത്തിൽ അത് തന്നെ. ഞാനിപ്പം നമ്മളിപ്പോ ഇതെല്ലാം എന്നെ ഓടിക്കളിക്കണല്ലേ. ആദ്യമായിട്ട് വന്ന സ്ഥലമല്ലേ, എവിടേക്കാണെന്ന് അറിയില്ല. നോക്കുക. അപ്പം ഈ ബാക്കിയുള്ള ഇനിയും കൂടെ ഞാൻ ഇന്ന് പിടിച്ചിട്ട് വരാം.
സോ ഗൈസ്, അപ്പം നമ്മുടെ മീനെ എല്ലാം ഞാൻ ഇട്ടിട്ടുമുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് പായലും ഓട് പീസസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ കഴിയുന്നില്ല, സോറി. അപ്പം പിന്നെ ഞാൻ കുറച്ച് കല്ലും ഒക്കെ ഇട്ടിട്ടുണ്ട്. കാരണം നമ്മുടെ മീൻ വല്ലതും രസമൊക്കെയാണെങ്കിൽ അത് എനിക്കൊന്ന് പോയി ഒളിക്കാൻ വേണ്ടിയാണ്. പിന്നെ കുറച്ച് പാലിട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് ആഫ്രിക്കൻ പായലും പിന്നെ കുറച്ച് ഫോക്സ് ടെയിൽ പിന്നെ ആമ്പൽ നട്ട് വെച്ചേക്കുവാണ്. അപ്പം നമ്മുടെ ഈ നമ്മുടെ ചോക്ലേറ്റ് മോളി ഉണ്ടല്ലോ, ഒക്കെ എപ്പോഴും കല്ലിൻ്റെ ഇടയിലൊക്കെ പോയി നമ്മുടെ കല്ലേമുട്ടിനെ പോലെയൊക്കെ ഒട്ടിച്ചിരിക്കും. അവിടെ പോയി ഇങ്ങനെ ഇരിക്കും. പിന്നെ നമ്മുടെ പ്ലാറ്റിക്കും അതുപോലെ തന്നെയാണ്. തേ കണ്ടില്ലേ, എല്ലായിടത്തും ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ ഒട്ടിപ്പോയി പിടിച്ചിരിക്കും. അപ്പം നമ്മുടെ മീനൊക്കെ ഇങ്ങനെ നിങ്ങളെല്ലാരും അങ്ങനെ മീനെ കണ്ടു കാണുമല്ലോ. മീനെ ഇങ്ങനെ ഫ്രിഡ്ജ് വെള്ളിൽ ഇടുന്നതും ആ ഫ്രിഡ്ജ് വെള്ളിൽ ഇട്ട് കഴിഞ്ഞുള്ള സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ. അപ്പൊ നിങ്ങളിത് നിങ്ങൾക്ക് ഫ്രിഡ്ജ് തൊട്ട് പഴയത് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചെയ്തു നോക്കണം. അപ്പം നമുക്ക് മീനെ വളർത്തുവാണെങ്കിൽ പെട്ടെന്ന് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇതിലാണ്. കാരണം ഞാൻ പണ്ട് വേറൊരു ഇതിലാണ് കേട്ടോ. അപ്പോൾ എനിക്കൊരു മീനെ പോലും കിട്ടിയിട്ടില്ല. ഇപ്പം ആ സമയത്തൊക്കെ എനിക്ക് എൻ്റെ കസിനാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട്, നീ ഇച്ചിരി ഒരു ഫ്രിഡ്ജ് കെട്ടി വാങ്ങിക്കടി, അതിനകത്ത് ഞാൻ പറഞ്ഞു എനിക്കൊന്നും വയ്യ, അതിന് പൈസയൊക്കെ കൊടുക്കണ്ടേ. പക്ഷെ പൈസയൊക്കെ കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായിട്ടുണ്ട്, മുന്നേ സുമ്പ അടിപൊളിയാണ്. മീൻ ഓടിക്കളിക്കാനും നല്ല രസമാണ്, മീനെ കാണാനും നല്ല രസമാണ്. ഇച്ചിരി പായലൊക്കെ ഇട്ട് കൊടുത്താൽ ഞാൻ തീറ്റിട്ട് കൊടുത്തില്ല, മറ്റേതിനൊന്നും കുഞ്ഞിയായിരുന്നു തീറ്റിട്ട് കൊടുത്തത്. അപ്പം പിന്നെ ഇപ്പം നമ്മൾ ഫോക്സ് ടെയിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ആമ്പലും ഉണ്ടായിരുന്നു, പിന്നെ ആഫ്രിക്കൻ പായലും കുറച്ച് ഡക്ക് ഗിരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് 4 ഉള്ളായിരുന്നു. നിങ്ങളൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഈ ഫോക്സ് ടെയിൽ വെയിലത്തിട്ടല്ലേ എന്നാ പറ്റും, അത് ചീഞ്ഞു പോകും. പിന്നെ നമുക്കത് കിട്ടില്ല. അതെ, ചീഞ്ഞു വെള്ളത്തിലെത്തെങ്കിലും ഒരു പോവും. പക്ഷെ നമ്മൾ വെയിലത്തുനിന്ന് പരമാവധി മാക്സിമം മാറ്റാതിരിക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. സോ please like, share and subscribe. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മനസ്സിലുള്ള ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കാണേ. ആ കുഞ്ഞു ബെല്ലൈക്കൺ പിടിച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളെ ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യണം. അപ്പം നിങ്ങളിത് നിങ്ങൾക്ക് ഫ്രിഡ്ജ് ബോക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഫീഡ്ബാക്സ് കമന്റ് ബോക്സിൽ അറിയാവുന്നതാണ്. സോ ടേക്ക് കെയർ, ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.